Hi bro. Hi bro. ഹലോ ഹായ് ബ്രോ സുഖമായിട്ടിരിക്കുന്നു. സുഖം സുഖം. ഇതെന്താ കൈക്കുറ്റിയെ? ജസ്റ്റ് ഞാൻ സംശയമായിരുന്നേ ഇങ്ങനെ വലിച്ചപ്പോൾ അവിടെ ഗ്ലാസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓ കീറി പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഹായ്. അങ്ങോട്ടും മുടില്ലാതെ അവിടെ മുടില്ലാത്ത ആളും മുടിയുള്ള ആളും എടുപ്പ് വെച്ച് ഞാൻ ദുബായിലോട്ട് ഞങ്ങൾ ഒരു ഷോ ഉണ്ടായിരുന്നു. എൻ്റെ പേരെന്ന് എടുത്തില്ലടാ. ഓക്കെ എന്താ പറയണ്ടേ? ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കണം. എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ എന്താണ്? വിശേഷം ഞങ്ങൾ വീട്ടിൽ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും റെസ്റ്റിങ്. പുതിയ വിശേഷങ്ങൾ ഞങ്ങൾ തിരിച്ച് കിളി പിടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറേ പ്രൊജക്റ്റിൻ്റെ ഒക്കെ ഇടയിലാണ്. പിന്നെ ഇപ്പം കുറേ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തായിരുന്നല്ലേ? 1-2 ഇന്റർവ്യൂ മാത്രം കൊടുത്തിട്ടുണ്ട്. ബാക്കി അത് അഭിഷേക് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ 1-2 ഇത് കൂടുതൽ പ്രതീക്ഷിക്കരുത്. സോറി അഭിഷേക്, നമ്മൾ ബിസിയാണ്. അപ്പം വേറെ ഒന്നുമില്ല, എല്ലാവരും റെസ്റ്റിങ്ങിനൊക്കെയാണ്. അപ്പം നമുക്കിങ്ങനെ ഏഷ്യാൻ്റെ ഒരു പ്രോഗ്രാം വന്നിട്ട് നമ്മളെല്ലാവരും ദുബായിക്ക് പോവാം. ടോപ്പ് 5 എല്ലാവരും ഉണ്ട്. ടോപ്പ് 5 എല്ലാവരും ഉള്ള അല്ലേ? ടോപ്പ് 5 എല്ലാവരും ഉള്ള ഒരു ഷോ ആണ്. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു ഗംഭീര വരവേൽപ്പ് കഴിഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു ഫീൽ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ സന്തോഷം. ഞാൻ ആഗ്രഹിച്ച ഒരു ലൈഫാണ്. അപ്പോൾ അത് കിട്ടിയതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് സിനിമകളൊക്കെ ചെയ്യാന്നുള്ളതാണ്. അതും ഏകദേശം ഇങ്ങനെ ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഡ്രീംസ് ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു ഡ്രീം ആയിരുന്നു ബിഗ് ബോസ്, അത് കിട്ടി. ഇനി നെക്സ്റ്റ് ഡ്രീം ചേസ് ചെയ്യാന്നുള്ളതാണ്. അത് ചെയ്യും. ബ്രോ എന്താണ് പറയുന്നത് ബിഗ് ബോസിന് ശേഷം ലൈഫ്? ബിഗ് ബോസിന് ശേഷം ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, എൻ്റെ ഇപ്പം ഇതിന് മുന്നേ മുടിയൻ എന്ന പേരിൽ നമ്മളൊരു ക്യാരക്ടർ ചെയ്ത് അതുവഴി ഫേമസ് ആയ ആൾക്കാരെ അറിയപ്പെടുന്ന വേറൊരു ഫീല്. ഇപ്പോൾ ഇത് എൻ്റെ ക്യാരക്ടറിൽ എന്നെ ഋഷി എന്ന എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞ ആൾക്കാരപ്പോൾ അപ്പോൾ അത് ഒരു ഫെയിം മാത്രമല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു പുതിയ വൈബാണ്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമാണ്. പിന്നെ വേറെ കുറേ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ പിന്നെ ഏഷ്യനെറ്റിൻ്റെ ഓരോ ഷോസും ആ കാര്യത്തിനൊക്കെ ഓട്ടത്തിൻ്റെ പുറത്താണ്. അപ്പോൾ അതിലൊരു പരിപാടിയാണ് ഇപ്പോൾ ഞങ്ങൾ ദുബായിലോട്ട് പോകുന്നത്. എന്താണ് ബ്രോയുടെ വക? എന്താ ഡാൻസ് ആണോ? ഡാൻസ് എവിടെ പോയാലും എന്തിനു പോയാലും ഡാൻസ് അവർ കളിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കണം. നമ്മുടെ ഫ്രീ സ്റ്റൈലർ ആണല്ലോ ഇത്. ഡാൻസില്ലേ നമ്മുടെ ചാറ്റ് ഷോയാ. ചിലപ്പോൾ ഡാൻസ് കളിക്കാൻ പറയും. ഇപ്പോൾ നമ്മൾ ഡാൻസ് കളിക്കും. നമ്മൾ ഫ്രീ സ്റ്റൈലറാണ്, സ്പോട്ട് ഡാൻസർ ആണല്ലോ. ഇവിടെ കുഴപ്പമില്ല. ഈ ഏഷ്യാനെറ്റ് ഒരു ബിഗ് ബോസിലൂടെ നിങ്ങൾക്കൊരു ചേഞ്ച് ഉണ്ട് ലൈഫിൽ? ഇപ്പോഴും കരിയറിൽ ഗ്രോത്തിന് വേണ്ടി ഏഷ്യാനെറ്റ് വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഉണ്ട്. ഞാൻ വരുന്നതിന് മുമ്പ് എന്നെ അങ്ങനെ ആൾക്കാർ അറിയുന്നൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ആൾക്കാർ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു ചേഞ്ച് തന്നെയാണ്. ഇനിയിപ്പം ബാക്കി ഇതും വെച്ചിട്ട് ബാക്കി മുമ്പോട്ട് നമുക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. അതും ഒരു ചേഞ്ച് തന്നെയാണ്. നേരത്തെ നമ്മൾ അവസരങ്ങൾ ഒരുപാട് തേടി ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നാലും നമ്മൾ കുറച്ചുകൂടെ അവസരങ്ങൾ തേടി പോകുന്നതിൽ ഒരു ഇച്ചിരി എഫേർട്ട് കുറഞ്ഞു. അതേ ഉള്ളൂ. ഈ സിനിമ ആയിരുന്നല്ലോ ശരിക്കും മോഹിച്ചു തന്നത്. ഇപ്പോൾ സിനിമയിൽ നിന്നുള്ള പുതിയ അവസരങ്ങളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയോ? കിട്ടുന്നുണ്ട്. ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം അതിപ്പം പതുക്കെ ഓരോന്ന് അനൗൺസ് ചെയ്ത് തുടങ്ങും നമ്മൾ. ഹലോ, ബൈ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോട്ടെ. സെറ്റല്ലേ? ഓക്കെ. ഫോട്ടോ എടുക്കാനാ? ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇവരെ മാത്രം ഇവനെയും വിളിച്ചോണ്ടെങ്കിൽ പോകുന്നു. ബാക്കിയൊന്നും ഒരു ഐഡിയ ഇല്ല. ഒരു ഐഡിയ സത്യതാണ്. നമ്മളൊരു ഐഡിയ ഇല്ല നമുക്ക്. വേറെ സ്ഥലത്ത് വന്നിട്ട് നമ്മളിങ്ങനെ ഐഡിയ ഒക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ്. കണ്ടില്ല? കണ്ടേ? ഞങ്ങൾ കണ്ടു. ക്യാമറ കാണുന്നില്ല. അതാണ് കിട്ടി. എടുത്തോ.
ഓക്കെ ടാറ്റാ പോട്ടതാ ഓക്കെ ഓക്കെ ഇവിടെ അമ്മേച്ചനൊക്കെ ഇവിടെ എടുത്തോ ഞാൻ അപ്പോഴത്തേക്ക് കൊടുക്കും. ഞാൻ പറ്റും ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ദുബായിലല്ലേ നമ്മളങ്ങോട്ടേക്ക് പോകണം. ദുബായിലാ ഒരു അടുത്ത ആളെ വിളിച്ചിട്ട് അവർ വീഡിയോ ഓക്കെ ബ്രോ, ബൈ.